ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വീടിൻ്റെ അടുത്ത് പാറക്കെട്ടും പിന്നെ അവിടുന്ന് ചെറിയൊരു ചോലയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു മഴയില്ലാത്ത ദിവസമായിരുന്നു, ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ട് കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനും ഉണ്ട്, അനിയത്തി അനിയനൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 4-5 പേരുണ്ട്. അപ്പം ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു റബ്ബറുണ്ട്, അതുവഴി പോവുകയാണെങ്കിൽ പെട്ടെന്ന് എത്താൻ പറ്റും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അതുവഴി പോവുകയാണ്. അപ്പോൾ റബ്ബറൊക്കെ പൊട്ടി വീണിട്ടുണ്ട്. മിഞ്ഞാന്നൊക്കെ ആയിട്ട്, ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് നല്ല കാറ്റും മഴയായിരുന്നു. ഇന്നപ്പോൾ മഴക്കൊരു തോർച്ചയുള്ളത്. ചെറിയൊരു വെയിൽ കണ്ടപ്പോൾ ചോലയൊക്കെ പോയിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചു. കൂടെ നിങ്ങൾക്കും അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ അനിയത്തിക്ക് ഒരേ നിർബന്ധം ചോലയിൽ പോയിട്ട് ഞണ്ടിനെയും മീനൊക്കെ പിടിക്കണമെന്ന്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു, ഏതായാലും വെറുതെ ഇരിക്കുകയല്ലേ. അങ്ങനെ ഞങ്ങളിതേ ചോലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴ ആയതുകൊണ്ട് ചെറിയ വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങനെ ചോലയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചോലയിലെത്തിയപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ ചെന്ന പാടെ തന്നെ അനിയത്തി ഒരു ഞണ്ടിനെ കണ്ടു. അപ്പോൾ അതിനെ ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. പിടിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ളൊരു ഞണ്ടാണ്. അപ്പോൾ അനിയനെ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വേറെ എന്തൊക്കെയോ തപ്പി പോയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒഴുക്കൊക്കെ ഉള്ളൂ, അത്യാവശ്യം ചെറുതായിട്ടൊക്കെയാണ് വെള്ളം വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ അവിടെ കാടിൻ്റെ ഉള്ളിലൊരു വലിയൊരു പാറ ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഉറവ് പൊട്ടിയിട്ടാണ് ഇത്രയും വെള്ളം വരുന്നത്. മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കാണാൻ കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഉള്ളൂ. അങ്ങനെ അവർ ഞണ്ടിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. കവറൊക്കെ കൊടുന്നിട്ടൊക്കെയാണ് അതിനെ പിടിക്കുന്നത്. അങ്ങനെ ഗൈസ്, നമ്മൾ മീൻപിടുത്തവും ചോല കാണലൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.